ഹായ് വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. അടുത്തൊരു ടേമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ട്രെസ്, ഹൗ ടു ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഒരു ഭാഗമാണല്ലോ സ്ട്രെസ്സ്. അത് നമുക്ക് മനസ്സിലാക്കാം. ജോലി തിരക്കും വീട്ടിലെ തിരക്കും എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ പറ്റായേയും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്കിനി അതിനെക്കുറിച്ചിട്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമാണ്, എസ് ക്വസ്റ്റ്യൻ ആയിട്ട്. വാട്ട് ഡിഫൈൻ സ്ട്രെസ്, അതേപോലെ വാട്ട് ആർ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സ്ട്രെസ്. പിന്നെ ചിലപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യുക എങ്ങനെയാണെന്നും കൂടി ചിലപ്പോൾ ഇത് കൂടെ ചോദിക്കാം കേട്ടോ, കൂട്ടി ചോദിക്കാനൊക്കെ പറ്റുവേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 15 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അപ്പം നമുക്ക് കുറച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു അല്ലേ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഓർ ഫിസിക്കൽ സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രെസ് എന്ന് പറയുക. എനിക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെദർ യു ആർ മെൻ്റലി ഓർ ഫിസിക്കലി സ്ട്രെയിൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് കീ വേർഡ് സ്ട്രെസ്സിൻ്റെ. അത് സൈക്കോളജിക്കൽ ഇല്ലാവാം, ഫിസിയോളജിക്കൽ ഇൽനെസ് ആവാം എന്നതാണ്. സോ സ്ട്രെസ് ഇസ് മെൻ്റൽ ഓർ എന്താണ്? ഇറ്റ്സ് എ മെൻ്റൽ ഓർ ഫിസിക്കൽ സ്ട്രെയിൻ എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കോസസ്? ഓർഗനൈസേഷനിൽ സ്ട്രെസ് വരുന്നതിൻ്റെ കോസസ് ആണ് കേട്ടോ ചോദിക്കുന്നത്. എന്തൊക്കെ ആയിരിക്കാം കോസസ്? ഒന്ന് വർക്ക് ലോഡ് തന്നെയാണ് ദ മേജർ കോസ്. നമ്മുടെ വർക്ക് തീരുന്നില്ല, എത്ര ചോദിച്ചു കഴിഞ്ഞാലും തീരില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, നമുക്ക് സ്ട്രെസ് കൊണ്ടുവരും. ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ സ്ട്രെസ് എടുത്ത് ചെയ്യുക എന്നുള്ളത് വരുമ്പോൾ റോൾ എംബിഗ്വിറ്റി, അനദർ വൺ ഇസ് റോൾ എംബിഗ്വിറ്റി. കൺഫ്യൂഷൻ. ഒന്ന് ചെയ്യാൻ പറയുമ്പോൾ മറ്റു ചെയ്യാൻ പറയും, വേറൊന്ന് ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കിലുക്കത്തിൽ ഇന്നസെൻറ്റിൻ്റെ റോള് അല്ലേ, തിലകൻ ഒന്ന് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത് പറയും, അത് കഴിയുമ്പോഴേക്കും അടുത്ത് പറയും. സോ റോൾ ആംബിഗ്വിറ്റി നമുക്ക് സ്ട്രെസ് കൊണ്ടുവരാം. ഓക്കെ, ദെൻ പുവർ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ രാവിലെ നമ്മളൊരു ലീവ് ചോദിച്ചു, ചോദിച്ചപ്പോൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞു, നോ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാട്ടോ. എക്സാമ്പിൾ പുവർലി. സോ ലിറ്ററലി നമുക്ക് നമ്മളെ ഫയർ ചെയ്തു, നമ്മളെ കുറേ ചീത്ത പറഞ്ഞു. സോ ആ റിലേഷൻഷിപ്പ് അവിടെ കുറച്ച്, അപ്പോൾ അന്നത്തെ ദിവസം എന്ത് ചെയ്താലും ദേഷ്യം വരിക, തലവേദനിക്കുക. സോ ദാറ്റ് ഈസ് ദി റീസൺ. പുവർ റിലേഷൻഷിപ്പ് മൈറ്റ് ബി ദ കോസസ്. ജോബ് ഇൻസെക്യൂരിറ്റി, ജോലിക്കൊരു കുറേ പേര് പോവുക, നമുക്ക് തരുന്നില്ല, നമുക്ക് ഇൻക്രിമെൻറ്റ്സ് തരുന്നില്ല, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. നമ്മളോട് പറയാം, അതൊക്കെ നീയില്ലെങ്കിലും വേറെ 100 ആൾക്കാരെ എനിക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മുടെ എംപ്ലോയർ നമ്മളോട് സംസാരിക്കുക. സോ ദാറ്റ് ഓൾ ലീഡ്സ് ടു ജോബ് ഇൻസെക്യൂരിറ്റി. അപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്? അപ്പം നമുക്ക് തലവേദന എടുക്കുക, ദേഷ്യം വരിക, അത് കൺട്രോൾ ചെയ്യേണ്ടി വരിക എന്നാണ്. ദെൻ ടൈം പ്രഷർ, നമുക്ക് ഓവർലോഡ് നമുക്ക് ഇപ്പോഴൊക്കെ ഫ്ലെക്സി ടൈമിംഗ് ആണല്ലോ. ഇപ്പോഴത്തെ IT ആൾക്കാർക്കൊക്കെ ഫ്ലെക്സി ടൈമിംഗാണ്. അവർക്ക് എന്താ വെച്ചാൽ ഒരു 48 ഇത്ര അവേഴ്സിൽ ഒരാഴ്ചയ്ക്ക് ഇത്ര അവർ എന്ന് വർക്കും. ഇപ്പം നമ്മൾ 8 into 5 40 അവേഴ്സൊക്കെ അല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു 40-50 അവേഴ്സിൻ്റെ വർക്ക് ടാർഗറ്റ്, അത് എങ്ങനെ വേണമെങ്കിലും അവസാനിപ്പിക്കാം. 3 ദിവസം കൊണ്ട് വർക്ക് തീർക്കാം. ഫ്ലെക്സിബിളാണ്, പക്ഷെ നല്ല പ്രഷർ ഉണ്ടാവും. സോ ടൈം പ്രഷർ, കാരണം 70 മണിക്കൂറിൻ്റെ പണിയായിരിക്കും ഈ 50 മണിക്കൂറിൽ ചെയ്ത് തീർക്കാൻ പറയുന്നത്. സോ അതാണ് ടൈം പ്രഷർ. സോ ദീസ് ആർ ദി കോസസ് ഓഫ് സ്ട്രെസ്. വർക്ക് ലോഡ്, റോൾ കൺഫ്യൂഷൻ, പുവർ റിലേഷൻഷിപ്സ്, ജോബ് ഇൻസെക്യൂരിറ്റി ആൻഡ് ടൈം പ്രഷർ. ദീസ് സം ഓഫ് ദ ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി പ്രഷർ ആവാം. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി, അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓഫീസിലാണെങ്കിൽ നമുക്കിവിടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാച്ചുറലി ദാറ്റ് മൈറ്റ് കോസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ആവുക. സോ ദാറ്റ് മേ ബി അനദർ കോസ് ഫോർ യുവർ സ്ട്രെസ്. അതും പറയാം കേട്ടോ, വർക്ക് ലൈഫ് ബാലൻസ്. എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ്? അസുഖങ്ങൾ, നമ്മൾ ചെയ്യുന്ന വർക്കിൽ തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതുപോലും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ലോ പ്രൊഡക്ടിവിറ്റി, ദാറ്റ് ഈസ് വൺ തിങ്. ലോ പ്രൊഡക്ടിവിറ്റി. ഹെൽത്ത് ഇഷ്യൂസ്, തലവേദന, വയറിന് സുഖമില്ലായ്മ, ഇങ്ങനെയുള്ള ഇത്. അതേപോലെ തന്നെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ സ്റ്റിഫായ പോലെ തോന്നുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ റീസൺ. സം ഓഫ് ദി ഹെൽത്ത് പ്രോബ്ലംസ്, അതൊക്കെ സ്ട്രെസ്സിൻ്റെ ഒരു റീസൺ ആണ്. ആബ്സെൻറ്റിസം, പോവാൻ തോന്നുന്നില്ല, വീട്ടിലിരിക്കുക, ലീവുണ്ട്, അപ്പം എന്തിനാ അവിടെ പോയിട്ട് വെറുതെ കുറേ തന്നെ. സോ വി വിൽ ടേക്ക് എ ലീവ്. അപ്പോൾ ആബ്സെൻറ്റിസം കൂടും നമ്മുടെ. പിന്നെ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതേപോലെ ബേൺ ഔട്ട്,
അങ്ങനെ ചില സമയത്താണ് ദേഷ്യം അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് നമ്മൾ ഇതാക്കും. സോ ദീസ് ആർ ദി കോൺസിക്വൻസസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ചിലപ്പോൾ മാനേജ്മെൻറ്റ് ചോദിക്കാം കേട്ടോ. ഹൗ യു മാനേജ് ദി സ്ട്രെസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഹൗ യു മാനേജ് ദി സ്ട്രെസ്, മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക, എങ്ങനെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക? യു ഗോ ഫോർ എൻ ഔട്ടിങ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടിങ്ങിന് പോവുക നമ്മൾ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു മെഡിറ്റേഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ, അതേപോലെ യോഗ, എക്സസൈസ്, സ്ട്രെസ് റിലീവിങ് ഒരു ബോളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ, യെല്ലോ ബോളൊക്കെ സ്ട്രെസ് വന്ന് അങ്ങനെ കൈയൊക്കെ അങ്ങനെ, അപ്പം നമ്മൾ അതിങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ അപ്പം നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ. നമ്മൾ ഒരു പാക്കിംഗ് കേസൊക്കെ വരുമ്പോൾ ഒരു സ്ട്രെസ് റിലീവർ ഒരു സാധനമല്ലേ പൊട്ടിക്കില്ലേ നമ്മളത് പാക്ക് ചെയ്ത് വരുന്ന ടക്ക് 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 ടക്ക്. അപ്പം നമുക്കതൊക്കെ ഒരു സ്ട്രെസ് റിലീവേഴ്സാണ് നമ്മളത്. അതേപോലെ തന്നെ നമ്മൾ ഗാർഡനിങ് അങ്ങനെയൊക്കെ പോവുക. സ്പോർട്സിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഹോബീസിന് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കുക. പിന്നെ യു സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഫാമിലി. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, ചിലപ്പോൾ നമ്മളവിടെ ഇന്നും ലേറ്റായിട്ട് എത്തുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ ദേഷ്യപ്പെടുന്നതൊക്കെ. അപ്പം നമ്മുടെ ടൈം ഒന്ന് നേരത്തെ കിടന്ന് സമയത്ത് എഴുന്നേൽക്കുക. അപ്പം നമ്മൾ ആ ടൈം ഒന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ദീസ് ആർ സം ഓഫ് ദ വേസ് യു ക്യാൻ മാനേജ് യുവർ സ്ട്രെസ്. ഇത് സ്ട്രെസ് വന്നിട്ട് നമ്മൾ യു ഡോണ്ട് ഗോ ഫോർ ലിക്കർ, കുറേ ഡ്രഗ്സ്, ലിക്കർ ആൻഡ് ഇങ്ങനെ ഇതായിട്ടുള്ള അതിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അതേപോലെ സ്ലീപ്പിംഗ് പിൽസിലേക്ക് വെറുതെ നമ്മൾ എടുത്ത് ജമ്പ് ചെയ്യരുത്. കാരണം അതൊക്കെ പിന്നെ ഒരു പ്രാക്ടീസായി മാറും. നമ്മൾ ചിലപ്പോൾ അതൊക്കെ താൽക്കാലികം മാത്രമാണ് ആ മാനേജ്മെൻറ്റ് ടെക്നീക്സ് എന്ന് പറയുന്നത്. സോ ഡോണ്ട് യൂസ്, അതും അവിടെ പോയിന്റ് ചെയ്യുക, ഡോണ്ട് ഗോ ഫോർ ആൽക്കഹോളിക് കണ്ടൻസിലേക്ക്, അതേപോലെ തന്നെ റോങ് ആയിട്ടുള്ള സ്ട്രെസ് റിലീവിങ് മെക്കാനിസത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല എസ്സേ ക്വസ്റ്റൻ ആണ്. വന്നാൽ കളയരുത്. സ്വന്തം വേർഡ്സിൽ ഒരുപാട് എഴുതാൻ പറ്റും. വർക്ക് ലോഡ്, റോൾ ambiguity, പുവർ റിലേഷൻഷിപ്സ്, ജോബ് ഇൻസെക്യൂരിറ്റി, ടൈം പ്രഷർ ആവും. ലോ പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത് പ്രോബ്ലംസ്, ആബ്സെൻറ്റിസംസ്, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, ബേൺ ഔട്ട്. ഔട്ടിങ്ങിന് പോവുക, മെഡിറ്റേഷൻ, യോഗ, ഗാർഡനിങ്ങിലേക്ക് പോവുക, ഫാമിലിയോടൊപ്പം സമയം ചെലവെടുക്കുക, നന്നായി ടൈം മാനേജ്മെൻറ്റ് ഒന്നും കൂടി നമ്മൾ മാനേജ്മെൻറ്റ് ടെക്നീക്ക് നമ്മൾ പഠിക്കാം. സോ ഓക്കെ, താങ്ക് യു. മറക്കല്ലേ, സ്ട്രെസ്സ്, അതിൻ്റെ കോസസ്, കോൺസിക്വൻസസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. സോ സബ്സ്ക്രൈബ്, വാച്ച്, ബി വിത്ത് മീ. OB നമുക്ക് സ്ട്രെസ് ഇല്ലാതെ എക്സാം എഴുതി വരണം, ഒപ്പം ഞാനും. താങ്ക് യു.